ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ വാഷിംഗ്ടണിൽ നിർണായകമായ കൂടിക്കാഴ്ചകൾ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് എന്നിവരുമായി വിദേശകാര്യമന്ത്രി ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തവും തന്ത്രപരമായ സഹകരണവും ചർച്ചയായെന്ന് ഡോക്ടർ ജയശങ്കർ പിന്നീട് വ്യക്തമാക്കി. ഡൽഹിയിൽ നിന്ന് വിനിത വിജയ് ഈ ചർച്ചയുടെ വിശദാംശങ്ങളുമായി മോർണിംഗ് ഷോയിലേക്ക് വരികയാണ്. വിനിത, ഗുഡ് മോർണിംഗ്. പറയൂ വിനിത, ഡൽഹിയിലെ കാലാവസ്ഥയെക്കുറിച്ച് ആദ്യം പറയൂ, പിന്നീട് അമേരിക്കയിലെ നമ്മുടെ ചർച്ചയുടെ കാലാവസ്ഥയും പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതികഠിനമായ ശൈത്യം തന്നെയാണുള്ളത്. ഇപ്പോൾ പുകമഞ്ഞ് ഉൾപ്പെടെ ഉണ്ട്. ഞാൻ നിൽക്കുന്ന മേഖലകളിലേക്ക് വരുമ്പോൾ ഡൽഹി NCR മേഖലയിലാണ് നിൽക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലേക്കൊക്കെ തന്നെ കാണാൻ കഴിയുന്നത് പോലെ പല മേഖലകളിലും ഇങ്ങനെ പുകമഞ്ഞുണ്ട്. പക്ഷേ ഡൽഹിയിലെ ഒരു ജനജീവിതം ഇങ്ങനെ രാവിലെ മുതൽ തന്നെ സജീവമാവുകയാണ്. ഈ പുകമഞ്ഞൊക്കെ മാറ്റി നിർത്തി അവർ സ്കൂളുകളിലേക്ക് പോകുന്ന കുട്ടികൾ, ജോലി സ്ഥലങ്ങളിലേക്ക് പോകുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ഒരു നഗര കാഴ്ചയാണ് നമുക്ക് ഡൽഹിയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആകമാനം ഇത്തരത്തിലേക്കുള്ള പുകമഞ്ഞൊക്കെ അതിശക്തമായി തന്നെ തുടരുകയാണ്. ഈ നേരത്തെ ഹിമാചലിലേക്കുള്ള സ്കൂളുകൾക്കൊക്കെ അവധിയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും നിലവിൽ സ്കൂളുകളൊക്കെ തന്നെ തുറന്ന് പ്രവർത്തിക്കുകയാണ്. നമ്മൾ ഡൽഹിയിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച തന്നെയാണ്. രാവിലെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളുകളിലേക്ക് പോകാനായി ഇങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ്. ആ തണുപ്പൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കാഴ്ചയൊക്കെയാണ് നമുക്ക് ഡൽഹിയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. അതിശൈത്യം തന്നെ ഒരു ഭാഗത്ത് തുടരുന്നു. ഇതാണ് ഡൽഹിയിലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ഒരു കാലാവസ്ഥ. ഇനി എസ്കൻ സൂചിപ്പിച്ച അമേരിക്കയിലേക്ക് വരികയാണ് എങ്കിൽ, ഇന്നലെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം ഉണ്ടായിരുന്നത്. ഇന്ത്യയുമായി ഒരു വ്യാപാര കരാറിൽ ധാരണയായി എന്നുള്ള പ്രഖ്യാപനം. അതിന് പിന്നാലെ ചില പ്രതിപക്ഷ പാർട്ടികളൊക്കെ ചില ആരോപണങ്ങളും ഈ കരാറിനെ സംബന്ധിച്ചുകൊണ്ടുള്ള വിശദാംശങ്ങൾ പുറത്തുവിടണമെന്നൊക്കെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നാലെ ഇന്നലെ വൈകിട്ട് പീയൂഷ് ഗോയലിന്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് അമേരിക്കയിൽ നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ച നടന്നത്. 3 ദിവസത്തെ സന്ദർശനത്തിനായാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അമേരിക്കയിലേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹം അമേരിക്കയിൽ എത്തിയിരിക്കുന്നത് ഈ അവശ്യധാതുക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മന്ത്രിതല യോഗത്തിൽ പങ്കെടുക്കുന്നതിനാണ്. ഇതിനിടയിലാണ് വ്യാപാര കരാറിൽ ധാരണയായിരിക്കുന്നത്. അതിന് തൊട്ട് പിന്നാലെയാണ് ഇന്നലെ അദ്ദേഹം മാർക്കോ റൂബിയോ, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയത്. ആ കൂടിക്കാഴ്ചയിൽ ഈ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതും ഒപ്പം തന്നെ ഈ പ്രാദേശിക വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉൾപ്പെടെ ആ കൂടിക്കാഴ്ചയിൽ ചർച്ചയായെന്നാണ് അദ്ദേഹം പറയുന്നത്. ഊർജം, പ്രതിരോധം, സഹകരണം, സാങ്കേതിക വിദ്യ എന്നിങ്ങനെയുള്ള മേഖലകൾ സംബന്ധിച്ച് ഈ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കുന്നത് സംബന്ധിച്ച ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയായെന്നാണ് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഈ ഉഭയകക്ഷി സഹകരണം, പ്രാദേശിക ആഗോള വിഷയങ്ങൾ ഉൾപ്പെടെ ചർച്ചയായെന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ഇന്ന് മന്ത്രിതല യോഗം അത് ഇന്നാണ് നടക്കുന്നത്. അവശ്യധാതുക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യോഗമാണ്. അതിൽ ഈ പ്രതിരോധ ശേഷിയൊപ്പം തന്നെ ശുദ്ധമായ ഊർജ്ജ പ്രവർത്തനങ്ങൾ, നിർണായകമായ ധാതുക്കളിലെ തന്ത്രപരമായ സഹകരണം എന്നിവ ഉൾപ്പെടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ആ യോഗം ഉണ്ടാവുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.